ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പിസ്സ ചപ്പാത്തിയാണ്. ഡിന്നറിന് വേണ്ടിയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ ഇത് ഉണ്ടാക്കാം. ഇതിന് മറ്റ് കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇതിനുള്ളിലുള്ള മസാല മാത്രം മതി നമുക്കിത് കഴിക്കാൻ. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കൽ വളരെ എളുപ്പമാണ്. ഈ പിസ്സ ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോഗ്രാം ബോൺലെസ് ചിക്കനാണ്. ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. കഴുകിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുക. ഈ ചിക്കനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വരെ ചുവന്ന മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ വരെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വരെ ജീരകം പൊടിച്ചതും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഒരു 15-20 മിനിറ്റ് വരെ ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചിക്കനിൽ മസാല നന്നായിട്ട് പിടിക്കണം. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തിക്കുള്ള മാവ് റെഡിയാക്കാം. അതിനുവേണ്ടി 1 കപ്പ് മൈദയും 1 കപ്പ് ആട്ടയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മുഴുവനായിട്ട് വേണമെങ്കിൽ ആട്ട യൂസ് ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് മൈദയും 1 കപ്പ് ആട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ പൊടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1.25 കപ്പോളം വെള്ളം ചേർത്തിരുന്നു. നിങ്ങളുടെ പൊടിയുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ മാവ് ഞാനിവിടെ നന്നായിട്ട് നല്ല സ്മൂത്തായി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതും നമുക്കിവിടെ അടച്ചു വെക്കാം. നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 15-20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി മസാല പുരട്ടിയ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ എല്ലാ ഭാഗത്തും ഒന്ന് നിരപ്പാക്കി കൊടുക്കാം. ഒരേപോലെ നിരത്തിയിട്ടതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം. ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് കുറച്ച് അധികം ടൈം എടുക്കും തിരിച്ചിട്ട് കൊടുക്കാൻ. മറ്റേ വശവും കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് തന്നെ നിന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇളക്കി ഫ്രൈ ചെയ്യുകയാണെങ്കിൽ എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. അതല്ലെങ്കിൽ ഇതുപോലെ ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. 2 ഭാഗവും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം ഇതിങ്ങനെ ഇളക്കി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് ഇതുപോലെ കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്യാം. ചിക്കൻ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനി നമുക്ക് പിസ്സ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള പിസ്സ സോസ് റെഡിയാക്കാം. ഞാനിവിടെ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സോസാണ്. അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കൊന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോസാണ് ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കെച്ചപ്പാണ് എടുത്തിട്ടുള്ളത്, ടൊമാറ്റോ കെച്ചപ്പ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സ്, അതായത് ഉണക്കമുളക് പൊടിച്ചത് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വരെ ബേസിൽ ലീവ്സ് ഞാൻ ചേർക്കുന്നുണ്ട്.
ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. 2-3 നുള്ളി കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ബേസിൽ ലീവ്സിന് പകരം നിങ്ങൾക്ക് ഡ്രൈഡ് പാഴ്സ്ലി അല്ലെങ്കിൽ ഒറിഗാനോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഈ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പിസ്സ ചപ്പാത്തിക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ചേർക്കണം. ഞാനിവിടെ ചെറിയ കഷ്ണം ക്യാബേജ്, ഒരു തക്കാളി, ഒരു ഉള്ളി, ഒരു ചെറിയ ക്യാപ്സിക്കം, ഇത്രയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഈ വെജിറ്റബിൾസ് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. 3/4 കപ്പ് വരെ മൊസറല്ല ചീസും കൂടി ഇതിലേക്ക് ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചീസും ചിക്കനും വെജിറ്റബിൾസും ഒക്കെ കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ചപ്പാത്തിയുടെ മാവ് ഇവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. അല്പം മാവ് തൂവിയതിന് ശേഷം ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കാം. ഒരു ചപ്പാത്തിക്ക് എടുക്കുന്ന അതേ വലുപ്പത്തിലുള്ള ഉരുളകൾ തന്നെയാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ അതേ വലുപ്പത്തിലും വണ്ണത്തിലും തന്നെ പരത്തിയെടുക്കുക. ചപ്പാത്തി തന്നെയാണിത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മസാല ഫില്ല് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇതിവിടെ പരത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പിസ്സ സോസ് ഇതിൻ്റെ മുകളിലൊന്ന് പുരട്ടി കൊടുക്കാം. അറ്റത്ത് പുരട്ടണ്ട, ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് വരെ സ്ഥലം വിട്ടിട്ട് നടുവിലായിട്ട് പുരട്ടി കൊടുക്കാം. ഏകദേശം 1.5 ടീസ്പൂണോളം പിസ്സ സോസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും വെക്കരുത്, ഒരു സൈഡിൽ വെച്ച് കൊടുക്കാം. അതായത് ചപ്പാത്തിയുടെ പകുതി ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. 3-4 ടേബിൾ സ്പൂൺ വരെ ഫില്ലിംഗ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇത് മടക്കിയിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ ചപ്പാത്തി ചുട്ടെടുക്കുന്ന സമയത്ത് ഇളകി വരില്ല. എല്ലാ ഭാഗവും ഫോർക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. മുഴുവൻ ചപ്പാത്തിയും ഞാനിതുപോലെ പരത്തി ഫില്ലിംഗ് വെച്ച് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചപ്പാത്തി ചുട്ടെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പിസ്സ ചപ്പാത്തി ഇട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം. ചപ്പാത്തിയുടെ എല്ലാ ഭാഗവും പാനിൽ കൊള്ളുന്ന രീതിയിൽ നന്നായിട്ട് വെച്ച് കൊടുക്കുക. കുറച്ചധികം സമയമെടുക്കും ഇത് വെന്ത് കിട്ടാൻ. കാരണം നമ്മൾ ഇത് മടക്കി വെച്ചിട്ട് വേവിക്കുന്നതാണല്ലോ. അപ്പോൾ വെന്ത് വരാൻ കുറച്ച് സമയമെടുക്കും. തീ കൂട്ടി വെക്കണ്ട, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം. തിരിച്ചു മറിച്ച് വിട്ട് 2 ഭാഗവും നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 5-6 പ്രാവശ്യമെങ്കിലും ഇതുപോലെ തിരിച്ചു മറിച്ച് വിട്ട് ചപ്പാത്തി വേവിക്കണം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൊങ്ങി നിൽക്കുന്ന ഭാഗമൊക്കെ പാനിൽ മുട്ടിയിട്ട് ആ ഭാഗമൊക്കെ നന്നായിട്ട് വെന്തോളും. അല്ലെങ്കിൽ ചില ഭാഗം വേവാത്ത പോലെ ഉണ്ടാവും. ഈ സൈഡൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് പാനിലേക്ക് അമർത്തി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം.
പ്രസ് ചെയ്യുന്ന സമയത്ത് പിസ്സ ചപ്പാത്തി പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. ഇതിവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് മുഴുവൻ പിസ്സ ചപ്പാത്തിയും ചുട്ടെടുക്കാം. ചുട്ടെടുക്കുന്ന സമയത്ത് ഒട്ടും ഓയിലൊന്നും പുരട്ടേണ്ട ആവശ്യമില്ല. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ബട്ടറോ ഗീയോ പുരട്ടാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. മുഴുവൻ പിസ്സ ചപ്പാത്തിയും ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് മൊസറല്ല ചീസൊക്കെ വലിഞ്ഞ് വന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതിനേക്കാൾ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. ഡിന്നറിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. മാത്രമല്ല കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.